വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം കുറേ നാളായിട്ട് ഉമ്മ ഇവിടെ ഉണ്ട്. നാട്ടിൽ നമ്മുടെ കൂടെ വന്നതായിരുന്നു. അപ്പം ഉമ്മക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടാണ്ട് നല്ലൊരു ലഞ്ച് റെസിപ്പി വ്ളോഗും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പുതിയൊരു ഔട്ട്ലെറ്റ് ഷാർജ സഫാരി മോളിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. ആദ്യം നമുക്ക് ലഞ്ച് വ്ളോഗിലോട്ട് പോവാം. ഇന്ന് മാലി വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം കിച്ചണിൽ കൂടുതലായിട്ട് നിൽക്കുന്നതും വ്ളോഗൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാലി ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും കിച്ചണിൽ കയറാനൊക്കെ. മാലി ഉള്ളതും റെഡിയാക്കി തരും. ഞാൻ ലാസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ എല്ലാം കൂടി ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയിട്ട് ഞാൻ ചോറും കറിയൊക്കെ പെട്ടെന്നൊരു 10, 15, 20 മിനിറ്റിനകത്ത് ഞാൻ ചോറും കറി റെഡിയാക്കി എടുക്കും. അപ്പോൾ അതിൽ വ്ളോഗ് എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും കിച്ചണിൽ കയറുന്നത് കേട്ടോ. പക്ഷെ മാലി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വിഭവസമൃദ്ധമായിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, അപ്പോൾ മാലി ഇല്ലാത്തതാണ് എനിക്ക് നല്ലതെന്ന്. കാരണം മാലി ഇല്ലെങ്കിൽ മാത്രമേ ഇവിടെ സ്പെഷ്യൽസൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഒരു 15 മിനിറ്റിലൊക്കെ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ അത് വലിയ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല, സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാലി ഇല്ലെന്ന്. അപ്പോൾ പിന്നെ എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു വ്ളോഗ് എടുക്കാം. എന്തായാലും മെനക്കെടുന്നുണ്ടല്ലോ, അപ്പോൾ വ്ളോഗും കൂടി ആകുമ്പോൾ എനിക്കൊരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് മീൻ കറി ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്പെഷ്യൽ മീൻ കറി ഞാൻ കുറേ തവണ നമ്മുടെ വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഉള്ളി, തക്കാളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അങ്ങനെ പിന്നെ കുറച്ച് രസം ഉണ്ടാക്കുന്നുണ്ട്, ഗാർലിക് രസം. അതിലോട്ട് കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം ഒന്നാണ്ട് ക്രഷ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ചട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗാർലിക് രസം റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിലുള്ള എല്ലാ റെസിപ്പീസും ഞാൻ മുമ്പ് ഷെയർ ചെയ്തതാണ്, വ്ളോഗിലൊന്ന് കാണിക്കുന്നെന്നുള്ളൂ. അപ്പോൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഫിഷ് കറി ആണെങ്കിലും ഫിഷ് കറി ഐഷസ് കിച്ചൺ എന്ന് സെർച്ച് ചെയ്താൽ മതി. അതുപോലെ ഗാർലിക് രസം എന്നാണെങ്കിലും ഐഷസ് കിച്ചൺ ഗാർലിക് രസം എന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ കേട്ടോ. അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ വേറൊരു രസമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാലി ഇല്ലാത്ത ദിവസങ്ങളിൽ തന്നെ ആയിരിക്കും മിക്ക ദിവസവും ഇക്ക മീൻ കൊണ്ടുവരിക. അപ്പോൾ ചിലതൊക്കെ മീൻ മുറിച്ചിട്ടായിരിക്കും കൊണ്ടുവരിക, ചിലത് മുറിക്കാണ്ട്. അപ്പോൾ ഒരു മീൻ മുറിച്ചിട്ടുണ്ട്, ഒരു മീൻ മുറിക്കാണ്ട്. ഒന്ന് കറി വയ്ക്കാനും ഒന്ന് വറ്റിച്ചെടുക്കാനും കേട്ടോ. അപ്പം വീണ്ടും എനിക്ക് തന്നെ പണി കിട്ടിയത്. അപ്പം എന്തായാലും മാലിയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇല്ലാത്ത ദിവസങ്ങളിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ വ്ളോഗും കൂടി ആവുന്നുണ്ടല്ലോ. ഒരു ബെനിഫിറ്റ് ഇല്ലാണ്ട് നമ്മൾ വെറുതെ കിച്ചണിൽ ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അപ്പോൾ രസത്തിലോട്ടുള്ള ബാക്കി പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക്, ചെറിയ ജീരകം, വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ചെറിയൊരു കഷ്ണം എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ചൂടാക്കിയെടുക്കുക. ഒന്നും കൊണ്ട് തക്കാളി ഒന്ന് ഉടയണം കേട്ടോ. അതുപോലെ വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറണം. പിന്നെ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് കറിവേപ്പിലയും ചേർത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചില്ല, അതിലോട്ട് ഇട്ട് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി ബ്രോക്കളി ഉപ്പേരി ഉണ്ടാക്കാണ്ട്. അത് പിന്നെ ഇക്കാൻ്റെ സ്പെഷ്യലായിട്ട് ആയതുകൊണ്ട് തന്നെ ഇക്ക തന്നെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നും ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ബ്രോക്കലി ജസ്റ്റ് സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്, എന്നാലേ അതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ചോറിലേക്കായതുകൊണ്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കില്ല. അപ്പോൾ ഒരു ഉപ്പേരി പോലെ ഇക്കാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീൻ കറി റെഡിയാക്കാതെ നമ്മൾ നേരത്തെ മസാല റെഡിയാക്കിയിരുന്നല്ലോ, അത് പേസ്റ്റാക്കി എടുക്കണം. ആ പേസ്റ്റാക്കി എടുത്താണ് ഇപ്പം ബ്ലെൻഡറിലുള്ളത് കേട്ടോ. പിന്നെ ഉലുവട്ട് പൊട്ടിക്കുക, എന്നിട്ട് ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ലോണം വെന്ത ശേഷം, അതായത് മസാലയൊക്കെ നന്നായിട്ട് കുക്കായ ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ മീനിട്ട് കൊടുക്കുക, തിളപ്പിച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഉമ്മ നാട്ടിലേക്ക് പോകുന്ന കാര്യം അതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നാട്ടിൽ വീടൊക്കെ പൊളിച്ചൊക്കെ അല്ലേ. അപ്പോഴാണ് ഇക്കാൻ്റെ സിസ്റ്റർ ഹജ്ജിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സായി. അപ്പം അവർ പോകുന്നതിന് മുമ്പ് നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞങ്ങളും വൈകാണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണോ പോകുന്നത്, എന്താണ് ഇക്ക വരുന്നുണ്ടോയെന്നൊക്കെ. ഇക്ക ഇവിടെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇക്കൊക്കെ ഇവിടെ ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളിപ്പം
കുറച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്കാക്ക് ഒരു റെസ്റ്റ് അത്യാവശ്യമാണെന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 1 ഇയർ എല്ലാവരും കൂടി നാട്ടിൽ സെറ്റിലാവാമെന്നാണ് വിചാരിക്കുന്നത്. ഇക്ക 1 ഇയർ ഞങ്ങളെന്തായാലും നാട്ടിൽ സെറ്റിലാവണം. മക്കളൊക്കെ നാട്ടിൽ സ്കൂളിലൊക്കെ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഇൻഷാ അല്ലാ. വരും വ്ളോഗ്സിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പം ഓരോന്നും നടക്കുന്ന സമയത്ത് ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ ഉമ്മ നാളെ കേട്ടോ പോകുന്നത്. അപ്പം പാക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സെറ്റാക്കിയിട്ടില്ല. പിന്നെ ഇൻഷാ അല്ലാ നാളെയാണ് പോകുന്നത്. പിന്നെന്താ വേറെന്താ പറയാനുള്ളത്? അതായത് ഇക്ക നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്, ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഇക്കാനെ കൊണ്ടുപോകുന്നില്ലേ, ഇക്കാനെ ഇവിടെ ഒറ്റയ്ക്കായിട്ട് പോകരുത് കേട്ടോ എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇക്കയും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പിക്കിളുണ്ടോ, ഞാനിപ്പോൾ അടുത്ത് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സാൻഡ്സ് മിൽ എന്ന് പറഞ്ഞിട്ടുള്ള മില്ലിൻ്റെ, അജ്മാനുള്ള മില്ലിൻ്റെ. അപ്പം അവിടുത്തെ ഓണറിൻ്റെ വൈഫ് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാട്ടോ, അടിപൊളി. ഞങ്ങളൊക്കെ കുറേ ദിവസമായി ഇപ്പം കഴിക്കുന്നത്. അപ്പോൾ അടിപൊളി എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ അച്ചാറിൻ്റെ സെയിം ടേസ്റ്റ്, വീട്ടിലുണ്ടാക്കിയ അച്ചാർ തന്നെയാണ് അവർ. അപ്പം ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം, ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ്, ബ്രോക്കോളി തോരന്, പപ്പടം, മീൻ വറ്റിച്ച് ഫ്രൈ ആക്കിയത്, അച്ചാറ്, പിന്നെ നല്ല അടിപൊളി കറി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ കൂട്ടാനാണ്. പിന്നെ നമ്മുടെ ഗാർലിക് രസം, രസം പൗഡറൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന രസമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാ റെസിപ്പീസും ഇതിൽ കാണിച്ചെല്ലതും നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഞാൻ എല്ലാവരും കൂടി ഉള്ളതൊന്നും ഷെയർ ചെയ്യാത്തത് കാരണം വേറെ ഒന്നുമില്ല. ഒന്നാമത് ആർക്കും വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ല. മക്കൾക്കാണെങ്കിലും റൂഹിമോൾ നിൽക്കും, റൂഹിമോൾ പിന്നെ അലമ്പാക്കിയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് അവൾ നിർത്താറില്ല. പിന്നെ ഇക്കാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ മാത്രം, പിന്നെ ഞാനാണ് പിന്നെ ഒന്ന് ഒഴിഞ്ഞു കുത്തിരിക്കുന്നത്. അതാണ് എന്നെ മാത്രം കാണിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കേട്ടോ. ഈ മിഠായി അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എനിക്ക് പറയാന്. ആയിക്കോട്ടെ. ചിക്കല് താത്ത പപ്പ ചിച്ച മതി അല്ലാ സോപ്പ്. ആര് കുട്ടി കഴിഞ്ഞാ? റോസിന് ഒരു മുട്ടായി കൊടുത്തണ്ട കേട്ടാ, ഒരു റെഡ് കളർ മുട്ടായി റോസിന് കൊടുത്തണ്ടേ. വേറല്ല, ഒരു റെഡ് കളർ മുട്ടായി വാങ്ങിക്കുക, അത് ഒന്ന് റോസിന് കൊടുക്കണേ. യെല്ലോ കളർ കേട്ടോ. റെഡ് കളർ ബോക്സ് മുട്ടി, യെല്ലോ കളർ ബോക്സിന് മുട്ടായി മുട്ടായി. അതിങ്ങനെ സേവ് ചെയ്ത് വെച്ചതാണ്. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അപ്പൊ തുടങ്ങും. മതി. ഓക്കെ, കഴിഞ്ഞ്. റൂയി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, മിണ്ടാണ്ടേ. കുറേ നേരം ഈ റെഡ് കളറും ബ്ലൂ കളറൊക്കെ. അപ്പം ഇന്നിപ്പോൾ എല്ലാവരും കൂടി സഫാരി മോളിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അരക്കൽ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ യുഎയിത്തെ ലാർജസ്റ്റ് ഔട്ട്ലെറ്റ്, അത് സഫാരി മോളിൻ്റെ അകത്ത് ഓപ്പൺ ആകാൻ പോവുകയാണ്. ഓപ്പൺ ആയിട്ടോ, ഇന്നലെ സൺഡേ April 27 ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഓഫേഴ്സ് അവർ നൽകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പോവാ പപ്പ വന്നോളൂ, വാ. പപ്പ വണ്ടി പാർക്ക് ചെയ്യല്ലേ? പപ്പ വന്നല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഇളകൂല. ഷാർജ സഫാരി മോളിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അരക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. കയറുന്ന സമയത്ത് തന്നെ, സഫാരി മോളിനകത്ത് കയറുന്ന സമയത്ത് തന്നെ അവിടെ ഡിസ്പ്ലേയിലൊക്കെ അവരുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അരക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. 2 ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ, ഈ സൈഡിലൂടെയും ആ സൈഡിലൂടെയും ഓപ്പണിംഗ് ഉണ്ട്. അപ്പം യുഎയിത്തെ അരക്കൽ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ യുഎയിത്തെ ലാർജസ്റ്റ് ഔട്ട്ലെറ്റ് കൂടിയാണിത്. അപ്പം ഞാൻ ഈ വന്ന ദിവസം അവരുടെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഗ്രാൻഡ് ഓപ്പണിംഗ് നെക്സ്റ്റ് ഡേ ആയിരുന്നു, അതായത് സൺഡേ ആയിരുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ്. പിന്നെ ഇന്ത്യൻ ആക്ട്രസ് മഹിമ നമ്പ്യാർ ആയിരുന്നു അവരുടെ ഡയമണ്ട് സ്റ്റോറിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇനോഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടും അതുപോലെ അക്ഷയ തൃതീയ റിലേറ്റഡ് ആയിട്ടും
ഒത്തിരി ഓഫേഴ്സ് ഇപ്പം അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് അവരുടെ ആ ഒരു ഷോറൂം ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് കൂടിയായിട്ടത്. നമ്മൾ ലേഡീസിന് ഇതുപോലെ ജ്വല്ലറി കളക്ഷൻസ് കാണാനും ഭയങ്കര ഇഷ്ടമുണ്ടാവുമല്ലോ. ഞാൻ കുറച്ച് കളക്ഷൻസൊക്കെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഗോൾഡൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഗോൾഡ് മസ്റ്റായിട്ടുള്ള കുറേ ഒക്കേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഫേഴ്സ് ഒന്നും മിസ്സാക്കണ്ട കേട്ടോ. പിന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൻ്റെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ നല്ല പൊലിമ തോന്നുന്ന അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ നോർമൽ കാഷ്വൽ വെയർ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എല്ലാത്തരം നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കുറേ കളക്ഷൻസ് ഞാനിവിടെ കണ്ടു കേട്ടോ. അപ്പം നമ്മൾക്ക് എന്താ പറയുക, കളക്ഷൻസ് ഇല്ലാണ്ട് നിങ്ങൾ എന്തായാലും ഇവിടുന്ന് വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകില്ല. അത്രയും കളക്ഷൻസ് ഉണ്ട്. പിന്നെ അവരുടെ സാവരിയ കളക്ഷൻസും പിന്നെ അതുപോലെ ആൻറ്റിക് കളക്ഷൻസിലൊക്കെ അടിപൊളി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ഗോൾഡിൽ ഈ സ്റ്റോൺ വർക്ക്സ് ഒന്നും ഉള്ളത് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്റ്റോണൊക്കെ ഉള്ള കളക്ഷൻസ് കേട്ടോ. മുമ്പൊക്കെ എനിക്ക് പ്ലെയിൻ ആയിരുന്നു ഇഷ്ടം, ഇപ്പോൾ എനിക്ക് സ്റ്റോണൊക്കെ ഉള്ള ഇഷ്ടം. ഇത് അൺകട്ട് ഡയമണ്ട്സ് കേട്ടോ. അൺകട്ട് ചെയ്തിട്ടുള്ള ഡയമണ്ട്സ്, അതായത് പോളിഷ് ചെയ്യാത്ത ഡയമണ്ട്സ് അല്ലേ, ഇത് ഡയമണ്ട്സ് ആണ്. അപ്പം അതും ഇവരുടെ അറക്കൽ ഗോൾഡിൽ ഇപ്പം പുതുതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഫോസ എന്നാണ് അവരുടെ ആ ഒരു ബ്രാൻഡ് നെയിം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രം ഇതിൽ ഷെയർ ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ബാംഗിൾസിലൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ളതും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും പിന്നെ അതുപോലെ കുട്ടികളുടെ കളക്ഷൻസും ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. 2 ഗ്രാം 3 ഗ്രാമിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ ഇനി ഓഫേഴ്സ് പരിചയപ്പെടുത്തി തരാം. ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ അക്ഷയ തൃതീയ വരുമല്ലോ, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയായിട്ട് അത്യാവശ്യം നല്ല ഓഫേഴ്സാട്ടോ ഉള്ളത്. കൂടാണ്ട് ഇപ്പം ഗോൾഡിനൊക്കെ റേറ്റ് ഇങ്ങനെ കൂടി വരില്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം 5% മാത്രം അഡ്വാൻസ് നൽകിയിട്ട് ഗോൾഡ് റേറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസത്തെ ആണോ നിങ്ങൾ അത് ചെയ്തിട്ടുള്ളത് ആ ദിവസത്തെ ഗോൾഡ് റേറ്റിൽ നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാൻ പറ്റും. ഇനി അടുത്തൊരു അടിപൊളി ഓഫർ പറഞ്ഞിട്ടെ. 2500 ദിറംസിൻ്റെ മുകളിൽ ഡയമണ്ട് ജ്വല്ലറി ബുക്ക് ചെയ്യുന്നവർക്ക് 2025 സെപ്റ്റംബർ 30 വരെ വാലിഡിറ്റിയുള്ള 250 ദിറംസിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ കൂടെ ലഭിക്കുന്ന കേട്ടോ. കൂടാണ്ട് 2500 ദിറംസിൻ്റെ മുകളിൽ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ 1/2 ഗ്രാം ഗോൾഡ് കോയിന് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്വർണ്ണോ അല്ലെങ്കിൽ പ്രഷ്യസ് സ്റ്റോണോ ജ്വല്ലറി കളക്ഷൻസ് വാങ്ങുന്ന സമയത്ത് അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗോൾഡ് കോയിന് കിട്ടാനുള്ള അവസരം കൂടിയുണ്ട് കേട്ടോ. അവസരമല്ല, ഗോൾഡ് കോയിന് കിട്ടുന്നുണ്ട് 2500 ദിറംസിൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കേട്ടോ. ഓഫേഴ്സ് തീർന്നിട്ടില്ല. ഡയമണ്ട് ജ്വല്ലറി വാങ്ങിക്കുന്നവർക്ക് 75% വരെ ഓഫാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾക്ക് മേക്കിംഗ് ചാർജസിൽ 50% വരെ ഓഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നല്ല ഓഫേഴ്സ് അല്ലേ. കാരണം ഇപ്പം ഈ കല്യാണാവശ്യത്തിനൊക്കെ ആയിട്ട് ഗോൾഡൊക്കെ വാങ്ങിക്കുന്നവർക്ക് നിർബന്ധമായിട്ട് നമ്മൾ കുറേ ഗോൾഡൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പം ഇവിടുന്ന് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി മേക്കിംഗ് ചാർജസിൽ കുറവ് കിട്ടുന്നതായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ആവശ്യമുള്ളവർ എന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. ഒന്ന് ഈ ഓഫേഴ്സ് മിസ്സാക്കാണ്ട് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അൺകട്ട് ഡയമണ്ട്സ്, ഇതാണ് അൺകട്ട് ഡയമണ്ട്സിലുള്ള ഡയമണ്ട്സ് കേട്ടോ. പോളിഷ് ചെയ്യാത്ത ഡയമണ്ട്സ് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിലുള്ള നെക്ലേസും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഈ ഒരു ബ്രാൻഡ് നെയിം ഫോസ എന്നാണ്. ഫോസയിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് കാണിച്ചു കേട്ടോ. നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ക്യൂട്ട് കളക്ഷൻസ് ആട്ടോ. ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മിക്കവാറും അത് ഞാൻ ഇപ്പം അടുത്തന്നെ വാങ്ങിക്കും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട്, അങ്ങനെ ഗോൾഡൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡയമണ്ട് കളക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയമണ്ട് കളക്ഷൻസിൽ 75% ഓഫർ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡയമണ്ട്സൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡയമണ്ട്സ് കളക്ഷൻസും ഉണ്ട്. കുറച്ച് ആർഭാടമുള്ളതൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഡയമണ്ട്സിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെയുണ്ട് ഇവിടെ. അതിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു മഹിമ നമ്പ്യാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരൊറ്റ സിമ്പിൾ ഡയമണ്ട് നെക്ലേസ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു വലിയ മാല അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. കല്യാണത്തിനൊക്കെ കുട്ടികൾ കൂടുതലും യൂസ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഹ്യൂജ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരൊറ്റ മാല മാത്രമുള്ള അങ്ങനെ ഡയമണ്ട് കളക്ഷൻസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സിനകത്തുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ റോസ് ഗോൾഡിൻ്റെ കളക്ഷൻസും അതൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതൊന്നും വീഡിയോസിൽ എടുത്തിട്ടില്ല. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള മോതിരങ്ങളുണ്ട് കേട്ടോ, റിങ്ങുകൾ.
നേരത്തെ പറഞ്ഞില്ലേ റോസ് ഗോൾഡ്, അതുപോലെ 18 ക്യാരറ്റ് അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനതൊന്നും അധികം കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പം ഞാൻ മറ്റേതൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം എടുത്ത് ലെങ്തി ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അധികം എടുത്തില്ല കേട്ടോ. അപ്പോൾ അത് അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ മാലകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോസിൽ അധികം എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്നും ഇങ്ങനെ കാണിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക ഷാർജ സഫാരി മോളിനകത്തുള്ള അറക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. പിന്നെ ഇക്കടെ അമ്മായിയുടെ മോനും വൈഫും മക്കളും എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വൈഫും മക്കളൊക്കെ നാട്ടിൽ നിന്ന് തലേ ദിവസമാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.